അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഞാൻ നേരത്തെ ആ കണക്കുകൾ പറഞ്ഞു, ഞാനത് ഒന്നുകൂടി ഒന്ന് പറയാം. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത്. അന്ന് 139 പേർക്ക് നേരെ ആക്രമണം നടന്നു എന്നതാണ്. അത് 2024 ആകുമ്പോഴേക്കും 834, അതായത് 500% വർധന എന്നതാണ്. ഇനി 2025 ജാനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കെടുത്താൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഔദ്യോഗിക കണക്കാണ് 549 എന്നതാണ്, സെപ്റ്റംബർ വരെ മാത്രം. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നതാണ് ശ്രീ വി എസ് ജിതിൻ ദേവ് പറഞ്ഞത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാത്രം, ഈ ക്രിസ്മസിന്റെ ഒരു ആഘോഷം തുടങ്ങിയതിന് ശേഷം മാത്രം നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പെട്ടത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങ് കേട്ടില്ലേ, ഇവിടെ സംഘപരിവാറിന്റെ പ്രതിനിധി പറയാണ് ക്രിസ്മസ് ഇവിടെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന്. എന്തോ വലിയൊരു ഔദാര്യം അദ്ദേഹം ചെയ്തതുപോലെ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചെയ്തതുപോലെയാണ് പറയുന്നത്. ഇവിടെ ക്രിസ്മസ് നിരോധിക്കപ്പെടുന്നില്ലെങ്കിൽ, ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ത്യൻ ഭരണഘടനയാണെന്നേ. ഞാനും അങ്ങും ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ത്യൻ ഭരണഘടനയാ. ഇവിടെ സംസാരിച്ച സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവായ വൈദികൻ, ഞാൻ അങ്ങേയറ്റ അഭിമാനത്തോടുകൂടിയും ആദരവോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നത്. ബൈബിൾ സ്വാംശീകരിച്ചതുപോലെ തന്നെ ഭരണഘടനയെ എത്ര മനോഹരമായാണ് അദ്ദേഹം സ്വാംശീകരിക്കുന്നത്. ഇവിടെ മതരാഷ്ട്രവാദം ഏതെങ്കിലും തരത്തിലുള്ള മതത്തിൻ്റെതല്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പാകിസ്ഥാൻ വിഭജനം ഒരു യാഥാർത്ഥ്യമായതിനു ശേഷം KM മുൻഷി എന്ന് പറയുന്ന ഒരു മാന്യൻ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഒരു യാഥാർത്ഥ്യമായി, ഇനി ഇന്ത്യ അവശേഷിക്കുന്ന ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. അതൊരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതില്ലേ എന്ന് പറയുമ്പോൾ അതിനെ നിരാകരിക്കാൻ നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടുന്ന നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അരനിമിഷം പോലും വേണ്ടി വന്നില്ല. അപ്പോൾ ഇത് ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പാണ്, അതൊരു കോൺട്രാക്റ്റാ. വ്യത്യസ്ത ജാതി മത സമൂഹങ്ങൾ ഒരുമിച്ചൊരു കുടക്കീഴിൽ ജീവിക്കുമ്പോൾ അവരുടെ വൈവിധ്യങ്ങൾ, അവരുടെ വ്യത്യസ്തതകൾ അതൊക്കെ മാനിക്കപ്പെടണമെന്ന് പറയുന്നതാ. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക. ക്രിസ്തുമസിന് നേരെ, ക്രിസ്മസ് കരോളിന് നേരെ ഒക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ക്രിസ്തു എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്, ആഘോഷങ്ങൾ എല്ലാവരുടേതുമാണ്. പരമേശ പവിത്ര പുത്രൻ എന്നാണ് ശ്രീനാരായണ ഗുരു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളിൽ ക്രിസ്തു ഉണ്ട്. ഇവിടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് ക്രിസ്മസ്, പുൽക്കൂട്, നക്ഷത്രം, കരോൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ബാല്യകാല ഭാവനകളുടെ ഭാഗമാണ്. അതിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളുണ്ട്. അതൊരു പുതിയ സംഭവമല്ല. പാലക്കാട് ആവർത്തിച്ചു, കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, ഈ വർഷവും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ മാത്രം സംഭവിക്കുമെന്ന് കരുതിയ കാര്യങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണല്ലോ സംഘപരിവാറിന്റെ പ്രതിനിധി പറഞ്ഞത്. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇത്തവണ കേരളത്തിലെ ലോക് ഭവൻ, രാജ്ഭവനുകളൊക്കെ ഇവർ ലോക് ഭവനുകളാക്കി മാറ്റിയല്ലോ. ഗവർണറുടെ ഓഫീസിൽ ഡിസംബർ 25 പ്രവൃത്തി ദിവസമാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്, കേരളത്തിലും അത് വന്നിരിക്കുകയാണ്. എന്താ അതിന്റെ കാരണം പറയുന്നത്? ഡിസംബർ 25 എന്നുള്ളത് ക്രിസ്മസ് എന്നുള്ള രീതിയിലല്ല അവിടെ കേരളത്തിൽ വാജ്പേയിയുടെ ജന്മവാർഷിക ദിനം ആഘോഷിക്കുക, അതിനുവേണ്ടി അങ്ങനെ അല്ല, അത് കേരളത്തിലേക്കും കടന്നു വരാണെന്നേ. കേരളത്തിലെ ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസല്ലേ, സംസ്ഥാനത്തിന്റെ തലവനല്ലേ ഗവർണർ. അപ്പൊ അതൊരു സന്ദേശമാണ്. കേരളത്തിൽ ഇവർ കേക്കുമായി കടന്നു വരുമ്പോൾ ഡിസംബർ 25 പ്രവൃത്തി ദിവസമാക്കിയിരിക്കുക. അതിനെക്കുറിച്ച് സംഘപരിവാറിന്റെ പ്രതിനിധി എന്ത് പറയും? ഒറ്റപ്പെട്ടതാണെന്ന് പറയോ? ഇവിടെ വളരെ കൃത്യമാണ്. ഇത് ഇന്ന് സംഘപരിവാറിന്റെ ചില വക്താക്കൾ, അത് ക്രിസ്ത്യാനികളായ ആൾക്കാരെ കൊണ്ടാണ്, ടോം വടക്കനെ പോലുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇവർ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഷോൺ ജോർജിനെ പോലുള്ള ആളുകളാണ് ഈ ക്രിസ്മസ് കരോൾ ആക്രമിച്ച ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു സംഘപരിവാറിന്റെ പ്രതിനിധി പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? ക്രിസ്തുവിന് വേറൊരു ദിവസം ജനിക്കാമായിരുന്നില്ലേ? AB വാജ്പേയിയുടെ ജന്മദിനത്തിൽ തന്നെ വന്ന് ജനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത്. അത് വാജ്പേയിയുടെ ജന്മദിനമായി പോയതിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നാ? നാളെ ഇവരുടെ വേറൊരു നേതാവ് വേറൊരു ദിവസത്തിൽ ജനിച്ചാൽ ഈ പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ആഘോഷത്തിലുള്ള അവസരം നിഷേധിക്കപ്പെടുമോ? ഇവിടെ ക്രിസ്മസിന് നേരെയാണെന്നേ. നിങ്ങളെപ്പോലൊരു ചാനൽ ആ വിഷയം കൂടി ഇതിനകത്ത് സ്പർശിക്കേണ്ടതാണ്. ഇത് ക്രിസ്മസ് കരോൾ ആക്രമിക്കപ്പെടുന്നു. ഇത് ഏത് BJP നിലപാടാണ്? അന്ന് എന്തിനാണ് യേശുദേവൻ ജനിച്ചത് ചോദിച്ചെന്ന് പറഞ്ഞ ആരുടെ നിലപാടാണ്? ഗവർണർ ആരാ? അല്ല, എന്താ നിങ്ങൾ ഡിസംബർ 25 പ്രവർത്തി ദിവസമാക്കിയത്? ഡിസംബർ 25 പ്രവർത്തി ദിവസം അല്ല, ഡിസംബർ ടോം വടക്കൻ നിങ്ങളുടെ വക്താവ്
ടോം എവിടെ വടക്കനാണ്. ഒന്ന് കേൾപ്പിച്ച്. ടോം വടക്കൻ എന്റെ ചർച്ചയിൽ ഇടപെടണ്ട. ഒന്ന് കേൾപ്പിച്ച്. എന്റെ ചർച്ചയിൽ ഇടപെടണ്ട. ഒന്ന് എന്റെ കേൾപ്പിച്ച്. ചർച്ച അന്നെന്തിനാണ് താങ്കൾ യേശുദേവൻ സംസാരിച്ചപ്പോ ജനിച്ചത്? താങ്കൾ അന്നെന്തിനാണ് സംസാരിച്ചപ്പോ യേശുദേവൻ ജനിച്ചത് എന്ന് സമയമെടുത്ത് പറഞ്ഞ് അല്ല ഒന്ന് അനുജ കേൾപ്പിച്ച് അനുജ. നിയന്ത്രിക്കണം. അല്ല നിങ്ങൾ ഇടപെടുന്ന ആളല്ലേ അനുജ? ഞാൻ അല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെയല്ല എന്റെ അർത്ഥം. അല്ല അനുജ ഒന്ന് അല്ല കേൾപ്പിക്കൂ. ഞാനൊന്ന് കേൾക്കട്ടെ. ഞാൻ പറയാം. ഞാൻ പറഞ്ഞതിന് ശേഷം എനിക്ക് പറയാം. അല്ല, അദ്ദേഹം പറയട്ടെ. അത് ടോം എനിക്ക് വടക്കന്റെ കിട്ടിയ വായിൽ സമയം നിന്ന് വളരെ കേൾക്കണ്ട. പരിമിതമാണ്. ജിതിൻ- അല്ല, ഞാൻ ജിതിന്റെ പറയാം. അദ്ദേഹം പറയട്ടെ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടപെടാൻ താങ്കൾക്ക് ധാരാളം അല്ല, സമയം ഞാൻ ഞങ്ങൾ തന്നു. സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇത് ഇടപെടണ്ടല്ലോ. അനൂപിന്റെ അവസരമാണ്. എന്റെ അല്ല, ഈ ഞാൻ ഇടപെട്ടിട്ടില്ല. നിങ്ങൾ ഇടപെടാത്തത്? ഞാൻ ഞാൻ ഇടപെട്ടിട്ടില്ല. സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെട്ടല്ലോ. നിങ്ങൾ എന്തിനാണ് എന്റെ biased ആവുന്നത്? അല്ല 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 നിങ്ങളല്ല, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് അനൂപ് പറയൂ. അതെ നിങ്ങളല്ല അനൂപ് ക്രിസ്മസ് പറയുന്നത്. കരോൾ അഞ്ചോളം തടയുന്ന അല്ല ഞാൻ എന്റെ അവസരത്തിൽ അല്ല, നിങ്ങൾ അനൂപ് സംസാരിക്കുന്നത്. നിങ്ങളുടെ അടുത്തല്ല എന്റെ അവസരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ അടുത്തല്ല അനൂപ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ക്രിസ്മസ് ആ, പറഞ്ഞോളൂ. നിങ്ങൾ അല്ല പറഞ്ഞോളൂ. എന്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കില്ല എന്നാ അങ്ങനെയാണെങ്കിൽ. അല്ല താങ്കൾ പറയൂ. നിങ്ങൾ നിർത്ത് അതെ, ഞാൻ നിർത്തി. പറഞ്ഞിട്ട് പറയാം. ഇവിടെ ഞാൻ പറയുന്നത് എന്താ, ഡിസംബർ 25 എല്ലാ ലോക രാഷ്ട്രങ്ങളിലും അത് അവധിയാണല്ലോ. ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിൽ ഡിസംബർ 25 പ്രവൃത്തി ദിവസമാണല്ലോ എന്ന് മാധ്യമ സുഹൃത്തുക്കൾ പത്രപ്രതിനിധികൾ ചോദിച്ചപ്പോ ടോം വടക്കൻ എന്ന് പറയുന്ന ഇവരുടെ വക്താവ് പറയാണ് അതിനെന്ത് ചെയ്യാൻ കഴിയും, അടൽ ബിഹാരിയുടെ വാജ്പേയിയുടെ ജന്മദിനമായി പോയില്ലേ എന്ന്. അതിന്റെ അർത്ഥം എന്താ? അടൽ ബിഹാരി വാജ്പേയി അന്ന് ജനിച്ചു എന്ന് വെച്ച് ക്രിസ്തുദേവൻ ജനിച്ച ദിവസം പ്രവൃത്തി ദിവസമാക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ടോം വടക്കൻ അങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ഞാനത് ചോദിച്ചത് തന്നെയാണ്. ഞാൻ ചോദിച്ചത് അർത്ഥം ശരിയല്ലേ? ഞാൻ വീണ്ടും വിശദീകരിക്കുകയാണ്. അദ്ദേഹം മറുപടി പറയട്ടെ. അതെ, പക്ഷേ അതിന് പിന്നീട് ലോക്ഭവന്റെ വിശദീകരണം വന്നത് അഡ്വക്കേറ്റ് അനൂപ് അത് നിർബന്ധിതമല്ല എന്നൊക്കെയുള്ള തരത്തിലേക്ക് വിശദീകരണം വരികയും ചെയ്തു. അത് അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രം എന്ന തരത്തിലേക്കാണ് എന്നൊക്കെയുള്ള വിശദീകരണം വന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.